നടിയെ ആക്രമിച്ച കേസിലെ മെമ്മറി കാർഡിൽ അട്ടിമറിയുണ്ടായെന്ന അന്വേഷണ റിപ്പോർട്ട് ഞെട്ടിപ്പിച്ചെന്ന അതിജീവിത. ഇരയാക്കപ്പെട്ട വ്യക്തിക്ക് കരുത്തു പകരേണ്ട കോടതിയിൽ നിന്നുണ്ടായത് ദുരനുഭവം. കോടതിയിലും സ്വകാര്യതയും മൗലികാവകാശവും സംരക്ഷിക്കപ്പെട്ടില്ലെന്നും അതിജീവിത സമൂഹമാധ്യമ അക്കൗണ്ടിൽ കുറിച്ചു. സത്യസന്ധരായ ന്യായാധിപന്മാരുടെ കാലം അവസാനിച്ചിട്ടില്ലെന്ന വിശ്വാസത്തോടെ പോരാട്ടം തുടരുമെന്നും അവർ വ്യക്തമാക്കി. എസ് ശ്രീകാന്ത് വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. ശ്രീകാന്ത്, കോടതി നടപടി ഒക്കെ കഴിഞ്ഞ് കോടതിയിൽ നിന്ന് ആ റിപ്പോർട്ടിൻ്റെ വിവരങ്ങളൊക്കെ പുറത്തു വന്ന ശേഷം അതിജീവിത പറയുന്നു അൺഫെയർ എന്ന്. അപ്പോൾ ഇക്കാര്യത്തിൽ അവരുടെ രോഷം, അവരുടെ പ്രതിഷേധം, അമർഷമൊക്കെ ആ സമൂഹ മാധ്യമ അക്കൗണ്ടിലെ കുറിപ്പിലുണ്ട്. ഒരു പക്ഷേ ഈ റിപ്പോർട്ടിൽ എന്തെങ്കിലും തുടർ നടപടി ശുപാർശ ചെയ്യാതിരുന്നതും ഇത്തരത്തിലുള്ള കടുത്ത വിമർശനത്തിന് ഇങ്ങനെ രോഷത്തോടെ പ്രതികരിക്കാൻ അവരെ പ്രേരിപ്പിച്ചിട്ടുണ്ടാകും അല്ലേ? ഈ കോടതിക്കെതിരെ അവർ ആഞ്ഞടിച്ചിരിക്കുന്നു, പൊട്ടിത്തെറിച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അവരാ സമൂഹ മാധ്യമ അക്കൗണ്ട് തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ്: ദിസ് ഈസ് അൺഫെയർ ആൻഡ് ഷോക്കിംഗ് എന്നാണ് പറയുന്നത്. ആ കോടതിയുടെ മുഖത്തു നോക്കി അവർ അവരുടെ രോഷം, നിസ്സഹായാവസ്ഥ, പ്രതിഷേധം എല്ലാം പ്രകടിപ്പിക്കുകയാണ്. അതിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: മെമ്മറി കാർഡ് ചോർന്നതിലെ ജുഡീഷ്യൽ അന്വേഷണ റിപ്പോർട്ട് ഞെട്ടിക്കുന്നതാണെന്ന് അതിജീവിത പറയുന്നു. കോടതി കസ്റ്റഡിയിലിരുന്ന മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ പലവട്ടം മാറിയത് സ്വകാര്യതയുടെ ലംഘനം ആണെന്ന് അവർ വ്യക്തമാക്കുന്നു. നടപടി മൗലികാവകാശത്തിന്റെ ലംഘനമാണെന്ന് അതിജീവിത പറയുന്നു. ഇരയാക്കപ്പെട്ട വ്യക്തിയുടെ നീതിക്ക് കോട്ടകെട്ടി കരുത്തു പകരേണ്ടത് കോടതികളാണ്. അവിടെ നിന്നുണ്ടായ ദുരനുഭവത്തിലൂടെ തകരുന്നത് മുറിവേറ്റ മനുഷ്യരാണ് എന്നുകൂടി അതിജീവിത വ്യക്തമാക്കുന്നു. മുറിവേൽപ്പിച്ച നീചർ അഹങ്കരിക്കുന്നത് സങ്കടകരമാണെന്നും അതിജീവിത പറയുന്നുണ്ട്. സത്യസന്ധരായ ന്യായാധിപരുടെ കാലം അവസാനിച്ചിട്ടില്ലെന്ന വിശ്വാസത്തോടെ പോരാട്ടം തുടരും എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ തൻ്റെ ഈ സോഷ്യൽ മീഡിയ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. അതിൽ ചില കാര്യങ്ങളൊക്കെ എടുത്തെടുത്ത് പറയുന്നുണ്ട്. ഇത് ഞെട്ടിക്കുന്നത് എന്നുള്ളത് അവർ ആവർത്തിച്ച് അതിൽ പറയുന്നുണ്ട്. അതിൽ പറയുന്ന ഒരു കാര്യം കുറച്ച് ഇരുത്തി ചിന്തിപ്പിക്കുന്നതാണ്. ഇറ്റ്സ് വെരി സ്കേറി ടു നോ ദാറ്റ് മൈ പ്രൈവസി ഈസ് നോട്ട് കറന്റ്ലി സേഫ് ഇൻ ദിസ് കോർട്ട് എന്നാണ് പറയുന്നത്. അതായത് ആ കോടതിയിൽ അവർ തൻ്റെ അവിശ്വാസം അടിവരയിട്ട് രേഖപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കോടതിയിൽ നിന്നും ഇത് ചോരുന്നു എന്ന് പറയുന്നത് തൻ്റെ സ്വകാര്യതയുടെ ലംഘനമാണ്, ഭരണഘടന നൽകുന്ന മൗലികാവകാശങ്ങളുടെ ലംഘനമാണ്. അതവർ കൃത്യമായി പറയുന്നുണ്ട്. എന്തായാലും ഹൈക്കോടതിയിൽ അവരുടെ ഹർജിയുണ്ട്. ഈ ചോർച്ചയിന്മേൽ ഈ ഹാഷ് വാല്യൂ എങ്ങനെ ചോർന്നു എന്നുള്ളതിൽ നേരത്തെ ജുഡീഷ്യൽ അന്വേഷണം നടത്തിയ ജില്ലാ സെഷൻസ് ജഡ്ജ് പോലും ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടില്ല. ഈ തെളിവ് പിടിച്ചെടുക്കാൻ ശ്രമിച്ചിട്ടില്ല. ജില്ലാ ജഡ്ജിയുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ കുറേയധികം കാര്യങ്ങൾ വിട്ടുകളഞ്ഞിട്ടുണ്ട്. ആ ഹർജി ഹൈക്കോടതിയിൽ കൊടുത്തപ്പോൾ അതിജീവിത പറഞ്ഞത് തൻ്റെ സബോർഡിനേറ്റ്സിനെ രക്ഷിക്കാനുള്ള ശ്രമം അവർ നടത്തുന്നു എന്നുള്ളതാണ്. അതിൽ നടപടി ഉണ്ടാകണം. എത്രയും വേഗം IG റാങ്കിൽ കുറയാത്ത ഒരു ഉദ്യോഗസ്ഥൻ ഈ കേസ് അന്വേഷിച്ച് അതിൽ നടപടി സ്വീകരിക്കണം എന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. അത് സംഭവിക്കുമോ എന്ന് കാത്തിരുന്ന് കാണാം. മെയ് 30-നാണ് ജസ്റ്റിസ് K ബാബുവിന്റെ ബെഞ്ച് ഈ ഹർജി ഇനി പരിഗണിക്കാൻ പോകുന്നത്. ശ്രീകാന്ത്, ഇതിൽ മെയ് 30 ഒരു പക്ഷേ ഈ റിപ്പോർട്ട് കോടതിക്ക് കിട്ടി, കോടതി അത് പരിശോധിച്ചു, അത് പ്രസിദ്ധീകരിക്കരുത് എന്നായിരുന്നു പ്രധാനപ്പെട്ട പ്രതിയുടെ ആവശ്യം. അത് കോടതി തള്ളി. അതിൻ്റെ പകർപ്പ് അതിജീവിതയ്ക്ക് ഇന്നലെ കിട്ടി. അവരത് വിശദമായി പരിശോധിച്ചതിന് ശേഷമായിരിക്കും ഇന്ന് ഈ കുറിപ്പ് തയ്യാറാക്കിയിരിക്കുന്നത്. അതിലെ സാക്ഷിമൊഴികളടക്കം അവർക്ക് കൊടുക്കാൻ കോടതി ഉത്തരവിട്ടു. അവിടെ വരെ എല്ലാം കൃത്യമാണ് ആ കണക്കിൽ നോക്കും. പക്ഷേ മെയ് 30 തുടർ നടപടികളിലേക്ക് പോകാൻ മെയ് 30 വരെ എന്നത് ദീർഘമായ ഒരു കാലയളവാണ്. നമുക്കറിയാം ഈ കേസിൻ്റെ പശ്ചാത്തലം, ചരിത്രമൊക്കെ പരിശോധിച്ചാൽ അട്ടിമറികളുടെ ഒരു പരമ്പര ഈ കേസിൽ ആകെ കണ്ടിട്ടുണ്ട്. ഇതിടെ ജുഡീഷ്യൽ ഓഫീസർമാരടക്കം പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണ് ഈ റിപ്പോർട്ട് നമ്മളുടെ മുന്നിലെത്തുമ്പോൾ. അപ്പോൾ മെയ് 30 എന്ന ദീർഘമായ ഒരു കാലയളവാണ് ഈ കേസിനെ സംബന്ധിച്ച്. അപ്പോൾ ഒരു തുടരുത്തരവ് ഉണ്ടാകുന്നതിൻ്റെ കാലയളവ് വീണ്ടും ഏതാണ്ട് 1 മാസത്തിലധികം മുന്നോട്ട് പോകുന്നു എന്നതുകൂടി ഈ രോഷത്തിന് കാരണമായിട്ടുണ്ടാകുമോ? ഈ കാലാവധി ഈ കേസ് വീണ്ടും കേൾക്കുന്നതിന് വെച്ചതിനൊരു കാരണം മധ്യവേനൽ അവധിയാണ്. ഹൈക്കോടതി അടച്ചിരിക്കുകയാണ്. ആ ബെഞ്ച് സിറ്റിംഗ് ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. വെക്കേഷൻ സിറ്റിംഗ് മാത്രമാണുള്ളത്. അപ്പോൾ ആ കേസ് കേട്ടുകൊണ്ടിരുന്ന ബെഞ്ച് ആ കേസ് തുടർന്ന് കേൾക്കാൻ തീരുമാനിച്ചിട്ടുണ്ടാകണം. അതാണ് മാറ്റിവെച്ചത്. അങ്ങനെയെങ്കിൽ അതൊരു സാങ്കേതിക നടപടിക്രമം എന്നേ വിശേഷിപ്പിക്കാനാകൂ. പക്ഷേ സ്വാഭാവികമായും അതിജീവിതയുടെ ഭാഗത്തുനിന്നും ഉണ്ടായ രോഷം അത് തള്ളിക്കളയാൻ പറ്റില്ല. അവർ അടിയന്തരമായി ഒരു നീതി പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് തന്നെ കരുതാം. അത് കിട്ടാത്തതിലുള്ള രോഷം, ദേഷ്യം
നിസ്സഹായത അതവർക്ക് ഉണ്ട് എന്ന് തന്നെ നമുക്ക് കരുതുകയും ചെയ്യാം. നേരത്തെ ഫോറൻസിക് പരിശോധനയിലും ഹാഷ് വാല്യൂ ചോർന്നു എന്നുള്ള ഹാഷ് വാല്യൂ മാറി എന്നുള്ള വിവരം പുറത്തു വന്നതാണ്. പക്ഷേ അത് പിന്നീട് ഒരു ജുഡീഷ്യൽ അന്വേഷണം നടത്തി അതിലൊരു കണ്ടെത്തൽ വന്നിട്ട് വീണ്ടും കോടതിയിൽ പോയി ഈ ഒരു അന്വേഷണത്തിന് വേണ്ടി യാചിക്കേണ്ടി വരുന്നതും അവരെ വലിയ തോതിൽ രോഷത്തിന് കാരണമാക്കിയിട്ടുണ്ടാകാം. കോടതി സാധാരണഗതിയിൽ ഈ ജുഡീഷ്യൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ അതിൽ വേണമെങ്കിൽ ഒരു അന്വേഷണത്തിന് തുടരന്വേഷണത്തിന് പോലീസ് അന്വേഷണത്തിന് സജസ്റ്റ് ചെയ്യാമായിരുന്നു. അതുണ്ടായില്ല. മാത്രമല്ല അതിൽ പല വീഴ്ചകളും നടന്നു എന്ന് കൃത്യമായി പറയുന്നു. അതായത് ഒരു PA ഒരു ഫോണിലിട്ട് പരിശോധിച്ചു ദൃശ്യങ്ങൾ, ആ ഫോൺ പിടിച്ചെടുത്തില്ല. അയാൾ പറയുന്നു അത് കളഞ്ഞു പോയെന്ന്. അത് അപ്പാടെ വിഴുങ്ങി ആ അന്വേഷണ റിപ്പോർട്ടിൽ എഴുതി വെക്കുന്നു. ഒരു ജില്ലാ ജഡ്ജിന്റെ മൊഴി അത് രേഖപ്പെടുത്തേണ്ടതുണ്ട്. ഈ PA പറയുന്നു ജില്ലാ ജഡ്ജ് പറഞ്ഞിട്ടാണ് ഞാൻ പാതിരാത്രി 10:52 ഈ ദൃശ്യങ്ങൾ കണ്ടതെന്ന്. പക്ഷേ ആ ജില്ലാ ജഡ്ജിന്റെ മൊഴി രേഖപ്പെടുത്താതെ വിട്ടുകളയുന്നു. ഒരു മജിസ്ട്രേറ്റ് പറയുന്നു താൻ 1 വർഷം സ്വകാര്യമായി ഈ ദൃശ്യങ്ങൾ കയ്യിൽ സൂക്ഷിച്ചത്, മെമ്മറി കാർഡ് കയ്യിൽ സൂക്ഷിച്ചത് അങ്ങനെ വെക്കാമെന്ന് കരുതിയിട്ടാണെന്ന്. അതും ഒരു മജിസ്ട്രേറ്റ് ആണ് പറയുന്നത്. അതും അതുപോലെ തന്നെ അപ്പാടെ വിശ്വസിച്ച് ആ റിപ്പോർട്ടിൽ എഴുതി വെക്കുന്നു. എന്നിട്ട് ഹൈക്കോടതിക്ക് മുമ്പാകെ അത് സമർപ്പിക്കുകയും ചെയ്യുന്നു. സ്വാഭാവികമായും പൊട്ടിത്തെറിച്ചു പോകും, രോഷം പ്രകടിപ്പിച്ചു പോകും. അതാണ് ഈ സമൂഹ മാധ്യമ അക്കൗണ്ടിലൂടെ കണ്ടത്. ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്. ഇന്നലെയാണ് അതിജീവിതയ്ക്ക് ഈ അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് സർട്ടിഫൈഡ് കോപ്പി കോടതിയിൽ നിന്ന് ലഭിച്ചത്. അതിൽ സാക്ഷിമൊഴികൾ അടക്കമുണ്ട്. അത് പൂർണ്ണമായും പരിശോധിച്ചതിന് ശേഷമായിരിക്കും അതിജീവിതയുടെ ഭാഗത്തു നിന്ന് ഇത്തരം ചില കടുത്ത വിമർശനങ്ങൾ ഉണ്ടായിരിക്കുന്നത്.